തദ്ദേശപ്പോര് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കർഷക ഗ്രാമമായ തോളൂർ ഗ്രാമപഞ്ചായത്തിലാണ്. വികസന പ്രവർത്തനങ്ങൾ നിരത്തി ഹാട്രിക് വിജയം ലക്ഷ്യം വെച്ച് UDFും വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി LDFും കരുത്തറിയിച്ച് സാന്നിധ്യമാവാൻ BJPയും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കൈപ്പറമ്പ്, മുല്ലശ്ശേരി, അടാട്ട്, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്താണ് തോളൂർ. കഴിഞ്ഞ 2 തവണയായി തോളൂരിൽ UDF ആണ് പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. അതിനു മുൻപ് LDFും UDFും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. വികസന നേട്ടങ്ങൾ നിരത്തി ഇത്തവണയും ജയിച്ച് ഹാട്രിക് നേടാമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ വികസന മുരടിപ്പും ജനസേവനങ്ങളിലെ പോരായ്മയും ചൂണ്ടിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. ഇത്തവണ പരമാവധി സീറ്റുകൾ പിടിച്ച് കരുത്തുകാട്ടാനായി BJPയും സജീവമായി മത്സരരംഗത്തുണ്ട്. നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ UDFന് 8ഉം LDFന് 5ഉം സീറ്റുകളാണുള്ളത്. വാർഡ് വിഭജനത്തിലൂടെ 2 വാർഡുകൾ കൂടി മൊത്തം വാർഡുകൾ 15ആയി. പഞ്ചായത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്ന വാതക ശ്മശാനം 90 ലക്ഷം രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി. തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നത് കൃത്യതയോടെ നടപ്പാക്കുകയും ചെയ്തു. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചു. 42 രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയ അർഹതപ്പെട്ടവർക്കെല്ലാം വീട് നൽകാൻ കഴിഞ്ഞു. വനിതാ സംരംഭകർക്കായി വനിതാ വ്യവസായ കേന്ദ്രം, വനിതകൾക്ക് ഫിറ്റ്നസ് സെന്റർ, ഹരിതകർമ്മസേനയ്ക്ക് MCF, പോന്നൂർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കോർട്ട്, ഫിറ്റ്നസ് സെന്റർ, ഹൈമാസ്റ്റ് ലൈറ്റ് തുടങ്ങിയവ സ്ഥാപിച്ചു. ലിഫ്റ്റ് ഇറിഗേഷൻ വഴി കുടിവെള്ള പദ്ധതികളും കാർഷിക മേഖലയിൽ ജലസേചനവും കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞതായും പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ ശ്രീകല കുഞ്ഞുണ്ണി പറഞ്ഞു. ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും നമുക്ക് അതിനുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് സാധിച്ചു. എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരുന്നതിനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം. വികസന കാഴ്ചപ്പാടില്ലാത്ത ഭരണമായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ചെറുകിട സംരംഭകർ, കർഷകർ, തൊഴിൽ രഹിതർ, ചെറുകിട വ്യവസായികൾ എന്നിവർക്കായി പദ്ധതികളൊന്നും നടപ്പാക്കിയില്ല. കർഷകർക്ക് വേണ്ടി പുതിയ പദ്ധതികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. സർക്കാരിൻ്റെയോ MLAയുടെയോ ഫണ്ട് പഞ്ചായത്തിന് ലഭ്യമാക്കി ഫലപ്രദമായി വിനിയോഗിച്ചില്ല. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ പദ്ധതികളോ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഭാവനാപൂർണമായ നടപടികളോ ഉണ്ടായില്ല. നിർമ്മാണം പൂർത്തിയാക്കിയ പകൽ വീട് വർഷങ്ങളായി തുറന്നു നൽകാതെ അനാഥമായി കിടക്കുന്നു. അധികാര വടംവലി മൂലം പ്രസിഡന്റുമാരെ മാറി മാറി പരീക്ഷിച്ചത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിച്ചതായും പ്രതിപക്ഷ നേതാവ് CPMലെ VP അരവിന്ദാക്ഷൻ പറഞ്ഞു. നമ്മൾ നീതി പുലർത്തേണ്ട അടിസ്ഥാന ജനവിഭാഗങ്ങളായിട്ടുള്ള കർഷകർ, തൊഴിലാളികൾ, തൊഴിലില്ലാത്തവർ, സംരംഭകർ, ചെറുകിട കച്ചവടക്കാർ, ഇവരുടെ ഒന്നും തന്നെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായ പദ്ധതികൾ നടപ്പാക്കുന്നതിനോ ശ്രദ്ധിക്കാൻ പോലും ഈ ഭരണസമിതി കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഏറെ ലജ്ജാകരമാണ്. സ്ഥാനാർത്ഥികൾ പ്രചരണം ഊർജിതമാക്കിയതോടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ആവേശം ഏറ്റെടുത്തു കഴിഞ്ഞു. തോളൂരിനെ ആര് തോളിലേറ്റും എന്നറിയാൻ വോട്ടെണ്ണൽ നാൾ വരെ കാത്തിരിക്കേണ്ടതുണ്ട്.